എന്ത് ചെയ്യണം? രുചിച്ച് നോക്കണം അല്ലേ? മധുരം ഉള്ള സാധനം എന്തായിരിക്കും? പഞ്ചസാര ആയിരിക്കും അല്ലേ? ആ, കയ്പുള്ളത് എന്തായിരിക്കും? ഉപ്പ് രസമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് പഞ്ചസാര ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇത് തുറന്നിട്ട് ഒരു ഇച്ചിരി എല്ലാവർക്കും തരാം. അപ്പം അതെന്താന്ന് പറയണം. അപ്പൊ എന്താണ് രുചി? മധുരമുണ്ട്. അപ്പൊ ഇത് ഈ പാത്രത്തിൽ ഇരിക്കുന്ന എന്തായിരിക്കും? പഞ്ചസാര ആയിരിക്കും അല്ലേ? ആ, അപ്പൊ അടുത്ത പാത്രത്തിൽ നമുക്ക് നോക്കാം അല്ലേ? ആ, അതേത് രുചിയാന്ന് പറയാം. അല്ലാതെ രണ്ടിനും ഒരേ നിറമല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രുചിച്ച് നോക്കിയാലേ ഉള്ളൂ ഏത് സാധനമാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? ആ, അപ്പൊ എല്ലാവർക്കും ഇച്ചിരി 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 ഓ, എന്താണ് രുചി? ആ, പറഞ്ഞോ. എന്താണ് രുചി? കയ്പ്. അപ്പൊ അത് ഉപ്പാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ? അപ്പൊ ഇത് രണ്ടിലും ഇത് പഞ്ചസാരയും ഇത് ഉപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനകത്ത് വെള്ള നിറമാണ്, പക്ഷെ ഇതൊരു പൊടിയാണ് കേട്ടോ. പൊടിയാണ് കേട്ടോ. രുചിച്ച് നോക്കാൻ വരുന്ന സാധനമല്ല, പൊടിയാണ്. അപ്പൊ ഇത് കണ്ടോ, ഇത് രണ്ടും ടീച്ചറ് വെള്ളത്തിലിടാം. അപ്പൊ എന്ത് സംഭവിക്കുന്നെന്ന് നിങ്ങൾ പറയണം കേട്ടോ. പറയല്ലേ? ആ, നോക്കി നിന്നോണം. ഇത് ഇതിനകത്ത് അപ്പൊ ഈ വെള്ളത്തിലോട്ട് നോക്കിക്കോണേ. വെള്ളത്തിലോട്ട് നോക്കി കാണുന്നുണ്ടോ? ആ, ഒരു ശകലം കൂടെ അല്ലേ? ആ, കുറെ നേരം ഇങ്ങനെ ആ അലുത്ത് പോയി അല്ലേ? അപ്പൊ വെള്ളത്തിലിട്ടാൽ പഞ്ചസാര അലിയും അല്ലേ? പഞ്ചസാര വെള്ളത്തിലിട്ടാൽ അലുത്ത് പോകും അല്ലേ? കാണാൻ പറ്റത്തില്ല. അടുത്ത ഇടാം. ആ, നാരങ്ങ അടിക്കാൻ മതി. അപ്പൊ അടുത്ത സാധനം ഇടാൻ പോവാണ്. അലുത്തു അല്ലേ? ഇനി ഇതിലേതാണ് പഞ്ചസാര ഇട്ടത് ഉപ്പിട്ട് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? രുചിച്ച് നോക്കണം അല്ലേ? വെള്ളം രണ്ടും ഒരുപോലെയല്ലേ? കളർ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരേപോലെയല്ലേ ഇരിക്കുന്നത്? രുചിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. രുചിച്ചറിയുന്ന അവയവം ഏതാ? രുചിച്ചറിയുന്ന അവയവം ഏതാ? നമ്മളുടെ നാക്ക് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ നാക്കാണ് അല്ലേ? നാക്കുകൊണ്ട് നമുക്ക് രുചിച്ചാലേ ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ. അടുത്തത് ഇനി വേറെ രണ്ടായിട്ട്. ഇതെന്താണ്? ആ, ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി മഞ്ഞപ്പൊടിയാന്നല്ലേ? ഇതോ? ഇതെന്താന്ന് അറിയത്തില്ല അല്ലേ? അറിയത്തില്ല. കറുപ്പ് നിറം എന്താന്ന് അറിയത്തില്ല. അപ്പൊ ഇത് തേയിലപ്പൊടിയാ. തേയിലപ്പൊടി വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞ് കളർ വരികയില്ല. എന്ത് ചെയ്യണം? തേയില നമ്മള് ചായ എടുക്കത്തില്ലേ? എങ്ങനെ എടുക്കുന്നേ? മാറി നിന്നേ. ആ, തേയില നമ്മള് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ? ഇത് കണ്ടോ, ഇട്ടപ്പോൾ പൊങ്ങി കിടക്കുക വെള്ളത്തിൽ കണ്ടോ? ആണോ? ഇത് ഇതില് പെട്ടെന്ന് അലുത്ത് വരികയില്ല കണ്ടോ? തണുത്ത വെള്ളമായതുകൊണ്ട് അലുത്ത് വരികയില്ല. തിളപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഇതിൻ്റെ കളറ് ഇതിൽ വന്ന് തേയില ചായ ആകത്തുള്ളൂ. പെട്ടെന്ന് അലുക്കുവോ? ഇല്ല. ഇത് കണ്ടോ, മഞ്ഞൾ പൊടി. പക്ഷെ മഞ്ഞൾ പൊടി പെട്ടെന്ന് അലുക്കുന്നതാണോ നമുക്ക് നോക്കാം. കിട്ടുന്നോ? നോക്കാം. മഞ്ഞൾ പൊടി ഇടാൻ പോവാണ്. അലുക്കുകയും ചെയ്ത് മഞ്ഞ കളറ് വെള്ളത്തിനാവുകയും ചെയ്തല്ലേ? അപ്പൊ ഇത് മഞ്ഞൾ വെള്ളമാണെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും അല്ലേ? കാണുന്ന അവയവം ഏതാണ്? കണ്ണ്.
നമുക്ക് കണ്ടറിയാൻ പറ്റും. നിറം മാറി. അപ്പൊ ഈ ഗ്ലാസ്സിൽ മഞ്ഞൾ പൊടിയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ജ്യൂസ് പോലെ തോന്നുന്നു. അതാണ്. അപ്പൊ അലിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയും ഉപ്പും വെള്ളത്തില് അലിക്കും. ആ ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇത് കണ്ടോ? എണ്ണയാ. എണ്ണ വെള്ളത്തിൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പറയണം. ടീച്ചർ ഒഴിക്കാൻ പോവാണ്. വെള്ളത്തിലാ ഒഴിക്കുന്നത്. ഇത് കണ്ടോ? പാത്രത്തിൽ വെള്ളമുണ്ട്. എന്ത് സംഭവിച്ചു? വെള്ളത്തിൽ ഒഴിച്ചപ്പോ ഇതില് ലയിച്ചോ? വെള്ളത്തിൽ പൊങ്ങി കിടക്കുമല്ലേ? അപ്പൊ വെള്ളത്തിൽ എണ്ണ ഒഴിച്ചാൽ എന്ത് ചെയ്യും? എണ്ണ വെള്ളത്തില് പൊങ്ങി കിടക്കും. ഇങ്ങോട്ട് വാ. കണ്ടോ? കണ്ടോ? ഇങ്ങോട്ട് വാ. അനന്യം വാ. കണ്ടോ? വെള്ളത്തില് എണ്ണ പൊങ്ങി കിടക്കുന്ന കണ്ടോ? ആ വെള്ളത്തില് പൊങ്ങി കിടക്കും. അടുത്ത